കേക്കാവോ നിങ്ങൾക്ക്? കേക്കാലോ അല്ലേ? അപ്പൊ വിക്കറ്റ് അപ്പാരറ്റസ് ആണ് നമ്മുടെ കൺസിസ്റ്റൻസി കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം അതിന് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 400 ഗ്രാം സിമെന്റ് എടുത്തു, അതിൻ്റെ അകത്തോട്ട് ആദ്യം ഒരു 25% വാട്ടർ ആഡ് ചെയ്ത് നോക്കി, എന്നിട്ട് പ്ലഞ്ചർ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ എത്രയാണ് ഇവിടുത്തെ റീഡിങ് കാണിക്കുന്നത് എന്നുള്ളത് നോട്ട് ഡൗൺ ചെയ്യാം. നമുക്ക് വേണ്ടത് ഏത് വാട്ടർ കണ്ടന്റിലാണ് റീഡിങ് ബോട്ടത്തിൽ നിന്ന് 5 to 7 mm റേഞ്ചിൽ കിട്ടുന്നതെന്നുള്ളതാണ് കൺസിസ്റ്റൻസി വാട്ടർ എന്ന് പറയുന്നത്. ബോട്ടത്തിൽ നിന്ന് 5 to 7 mm റേഞ്ചിൽ റീഡിങ് കിട്ടുന്നത് ഏത് വാട്ടർ കണ്ടന്റ് ആണോ അതിനെയാണ് കൺസിസ്റ്റൻസി വാട്ടർ എന്ന് പറയുക. ആ റീഡിങ് നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. വിക്കറ്റ് അപ്പാരറ്റസിന്റെ അകത്ത് ബോട്ടത്തിൽ നിന്ന് 5 to 7 mm റേഞ്ചിൽ റീഡിങ് കിട്ടുന്ന വാട്ടർ കണ്ടന്റിനെയാണ് കൺസിസ്റ്റൻസി വാട്ടർ എന്ന് പറയുന്നത്. ബോട്ടത്തിലാണ് 0 മാർക്ക് ചെയ്യുന്നത്, ഏറ്റവും ടോപ്പിൽ 50 ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ബോട്ടത്തിൽ നിന്ന് 5 to 7 mm റേഞ്ചിൽ റീഡിങ് കിട്ടുന്ന വാട്ടർ കണ്ടന്റിനെയാണ് കൺസിസ്റ്റൻസി വാട്ടർ എന്ന് പറയുന്നത്. അപ്പം നോർമലി കൺസിസ്റ്റൻസി റേഞ്ച് എന്ന് പറയുന്നത് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിനെ സംബന്ധിച്ചിടത്തോളം 26 to 33% റേഞ്ചിലാണ് വരുന്നത്. അതൊന്ന് നോക്കി ചെയ്ത് വെച്ചേക്കാം. അപ്പൊ റീഡിങ് ഒന്ന് സൗണ്ട്നെസ് ടെസ്റ്റിന്റെ യൂസ് ചെയ്യുന്നത് വിക്കറ്റ് അപ്പാരറ്റസ് ആണ്. അവിടെ പ്ലഞ്ചർ ആണ് നമ്മൾ കൺസിസ്റ്റൻസി ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. പ്ലഞ്ചർ 10 mm ഡയ ഉള്ളതാണ് പ്ലഞ്ചർ എന്ന് പറയുന്നത്. പ്ലഞ്ചറിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 10 mm ഡയ ആണ്. പിന്നെ അതിൻ്റെ അകത്ത് റീഡിങ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് ഏത് വാട്ടർ കണ്ടന്റ് സിമെന്റിലേക്ക് എന്തോരം വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണോ റീഡിങ് ബോട്ടത്തിൽ നിന്ന് 5 to 7 mm റേഞ്ച് കിട്ടുന്നത് അതിനെയാണ് നമ്മൾ കൺസിസ്റ്റൻസി വാട്ടർ എന്ന് പറയുന്നത്. റീഡിങ് ഇമ്പോർട്ടന്റ് ആണ്. ബോട്ടത്തിൽ 0 മാർക്ക് ചെയ്തിരിക്കുന്നത്, ഏറ്റവും ടോപ്പിൽ 50 വരെയാണ് റീഡിങ് ഇതിനകത്തുള്ളത്. അപ്പൊ ബോട്ടത്തിൽ നിന്ന് 5 to 7 mm റേഞ്ചിലാണ് റീഡിങ് കിട്ടേണ്ടത്. ഇനി കൺസിസ്റ്റൻസിയുടെ റേഞ്ച് നോർമലി 26 to 33% ആണ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിന് വരുന്നത്. അത്രയും ഓക്കെ ആണല്ലോ? അത്രയും ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി അടുത്തെന്ന് പറയുന്നത് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈം ആണ്. അപ്പൊ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ആദ്യം കൺസിസ്റ്റൻസിക്ക് നമ്മൾ പ്ലഞ്ചർ ആണ് യൂസ് ചെയ്തത് വിക്കറ്റ് അപ്പാരറ്റസിൽ. ഈ നടുക്ക് കാണിച്ചിരിക്കുന്ന നീഡിലാണ് അടുത്ത ഇനീഷ്യൽ സെറ്റിംഗ് ടൈമിന് യൂസ് ചെയ്യുന്നത്. അതായത് ജസ്റ്റ് അതിന്റെ പ്ലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ട് തുടങ്ങുന്ന ആ ഒരു സ്റ്റേജ്. ആ ഇനീഷ്യൽ സെറ്റിംഗ് ടൈമിന്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈമിനുള്ളിൽ നമുക്ക് എവിടെയാണോ സിമെന്റ് പ്ലേസ് ചെയ്യേണ്ടത് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനെയാണ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. പ്ലാസ്റ്റിസിറ്റി പതുക്കെ നഷ്ടപ്പെട്ട് തുടങ്ങി കഴിഞ്ഞു. അപ്പം അത് ആ സമയത്തിനുള്ളിൽ ഇനിഷ്യൽ സെറ്റിംഗ് ടൈമിനുള്ളിൽ നമുക്ക് പ്ലേസ് ചെയ്യേണ്ടടുത്ത് സിമെന്റിനെ പ്ലേസ് ചെയ്തോണം. അപ്പൊ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം കണ്ടുപിടിക്കാനായിട്ട് നമുക്കിപ്പം സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസിക്ക് നമുക്കൊരു വാട്ടർ കണ്ടന്റ് കിട്ടിയിട്ടുണ്ട്. എന്തോരം വാട്ടർ ആഡ് ചെയ്യുമ്പോഴാണ് കൺസിസ്റ്റൻസി വാട്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ കൺസിസ്റ്റൻസി അതിന്റെ 0.85 ടൈംസ് വാട്ടർ മാത്രമാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുള്ളൂ. അത് നോട്ട് ചെയ്ത് വെക്കുക. കൺസിസ്റ്റൻസിക്ക് കിട്ടുന്ന വാട്ടറിന് എത്രയാണോ അതിന്റെ 0.85 ടൈംസ് വാട്ടർ ആണ് നമ്മൾ, അതായത് അത്രയും അത് മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, അതിന്റെ 85% മാത്രം വെള്ളം മതി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ 0.85 ടൈംസ് ഓഫ് കൺസിസ്റ്റൻസി വാട്ടർ ആണ് നമ്മൾ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ചെയ്യുമ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൗളിന്റെ അകത്തോട്ട് ഫില്ല് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ നീഡിൽ റിലീസ് ചെയ്ത് നോക്കുന്നു. അപ്പൊ ആദ്യമൊക്കെ നീഡിൽ ഫുൾ ടൈം പെനിട്രേറ്റ് ചെയ്യും. എത്ര ടൈം കഴിയുമ്പോഴാണ് റീഡിങ് 5 to 7 mm റേഞ്ചിലേക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അതായത് കൺസിസ്റ്റൻസി വാട്ടറിന്റെ 85% വെള്ളം മാത്രമാണ് നമ്മൾ ഇനിഷ്യൽ സെറ്റിംഗ് ടൈമിന് യൂസ് ചെയ്യുന്നത്. അതായത് 85% എന്ന് പറഞ്ഞാൽ 0.85 ടൈംസ് കൺസിസ്റ്റൻസി വാട്ടർ ആണ് ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ചെയ്യാൻ എടുക്കുന്നത്. 400 ഗ്രാം സിമെന്റ് എടുക്കുന്നു, കൺസിസ്റ്റൻസി വാട്ടറിന്റെ 0.85 ടൈംസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തു, മൗൾഡിന്റെ അകത്തോട്ട് ഫില്ല് ചെയ്യുന്നു. അതിനുശേഷം സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യുക. എന്നിട്ട് നീഡിൽ ജസ്റ്റ് റിലീസ് നോക്കുന്നു. ആദ്യം റിലീസ് ചെയ്യുമ്പം നീഡിൽ ഫുൾ ആയിട്ട് പെനിട്രേറ്റ് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് റീഡിങ് 0 ആയിരിക്കും കിട്ടുന്നത്.
ഇനി നമ്മൾ നീഡിൽ വീണ്ടും റേസ് ചെയ്ത് ആ റോഡ് റേസ് ചെയ്ത് വെക്കുക. അതിനുശേഷം വീണ്ടും കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് വീണ്ടും റിലീസ് ചെയ്ത് നോക്കുക. അങ്ങനെ എത്ര ടൈം കഴിയുമ്പോഴാണ് ഇതിപ്പോ ഇതൊക്കെ ഹാർഡൻ ആയി തുടങ്ങുമല്ലോ. അപ്പൊ എത്ര ടൈം കഴിയുമ്പോഴാണ് റീഡിങ് 5 to 7 mm റേഞ്ചിൽ കിട്ടുന്നത്, ആ ടൈം ഇന്റർവൽ, ആ ടൈമാണ് നമ്മുടെ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പം ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 30 minutes ആണ്. അതായത് അരമണിക്കൂറെങ്കിലും ടൈം ക്യാപ്പ് വേണം, നമുക്കത് മിക്സ് ചെയ്ത് എവിടെയെങ്കിലും ഒക്കെ പ്ലേസ് ചെയ്യണ്ടേ. അപ്പം ഇറ്റ് ഷുഡ് നോട്ട് ബി, IS കോഡ് പ്രകാരം ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 30 minutes ആണ്. ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കണേ. IS കോഡ് പ്രകാരം ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിന്റെ ഇറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 30 minutes കുറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഓപ്ഷൻസ് ചോദിക്കുമ്പോൾ ഇറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 30 minutes, ഇറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 30 minutes, അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പം അതിൽ കുറയാൻ പാടില്ല, 30 minutes കുറയാൻ പാടില്ല എന്നുള്ളതാണ് ഇനിഷ്യൽ സെറ്റിംഗ് ടൈമിന്റെ കണ്ടീഷൻ. ഇനി ഫൈനൽ സെറ്റിംഗ് ടൈം ആവുമ്പോഴത്തേക്കും ഈ നീഡിലിന് പകരം, ആ സാധാ നീഡിലിന് പകരം എൻഡിൽ ഇതേ ഒരു ആനുലാർ റിംഗ് ഉള്ള ഒരു ചെറിയൊരു ഉണ്ട പോലത്തെ സാധനം കണ്ടോ, ആനുലാർ റിംഗ് ഉള്ള നീഡിലാണ് നമ്മൾ അവിടെ അറ്റാച്ച് ചെയ്യുന്നത്. ആനുലാർ റിംഗ് കഴിഞ്ഞിട്ട് താഴത്തോട്ട് ചെറിയൊരു പോയിന്റും കൂടെ, ഒരു പോയിന്റിംഗ് നീഡിലും കൂടെ ഉണ്ട്. അപ്പൊ ഫൈനൽ സെറ്റിംഗ് ടൈമിൽ ചെയ്യുന്നത് ഇനിഷ്യൽ സെറ്റിംഗ് ടൈമിന്റെ സെയിം സാമ്പിൾ തന്നെ യൂസ് ചെയ്യാം. ആ നീഡിൽ മാറ്റുക, ഈ നീഡിൽ അറ്റാച്ച് ചെയ്യുക, ഈ അനുലാർ കോളറോട് കൂടിയ നീഡിൽ അവിടെ അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം ഈ ആനുലാർ കോളറിന് അല്ലെങ്കിൽ ആനുലാർ റിങ്ങിന് ഈ സിമെന്റ് സർഫസിൽ ഇംപ്രഷൻ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. അതിന്റെ ആ താഴത്തെ പോയിന്റ് മാത്രം ചെറിയ ഇംപ്രഷൻ ഉണ്ടാക്കാം. ആ ഒരു ടൈം ഇന്റർവെല്ലിനെയാണ് നമ്മൾ ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അതായത് സിമെന്റിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞ് എത്ര സമയം കഴിഞ്ഞു കഴിയുമ്പോഴാണ് ഈ ആനുലാർ റിങ്ങിന് ഇംപ്രഷൻ ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തത് എന്നുള്ളതാണ് ഫൈനൽ സെറ്റിംഗ് ടൈമിന്റെ ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഫൈനൽ സെറ്റിംഗ് ടൈമിന്റെ ലിമിറ്റ് IS കോഡ് പ്രകാരം പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 600 minutes എന്നാണ് കോഡ് പറയുന്നത്. ഫൈനൽ സെറ്റിംഗ് ടൈം ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 600 minutes എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ 10 hours. അത് രണ്ടും നോട്ട് ചെയ്ത് വെക്കാം, അത് ഇമ്പോർട്ടന്റ് ആണ്, ലിമിറ്റിംഗ് വാല്യൂസ് ഒക്കെ. ഇനി അടുത്തതെന്ന് പറയുന്നത് സൗണ്ട്നെസ് ടെസ്റ്റ് ആണ്. സൗണ്ട്നെസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗണ്ട്നെസ് നമ്മൾ പറഞ്ഞു, ആ സൗണ്ട്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കോൺസ്റ്റന്റ് വോളിയം കീപ്പ് ചെയ്യാനുള്ള സിമെന്റിന്റെ എബിലിറ്റിനെയാണ് സൗണ്ട്നെസ് എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ടും സൗണ്ട്നെസ് ഉണ്ടാകുന്നത് അൺകമ്പൈൻഡ് ആയിട്ടുള്ള ലൈമിന്റെ ഒക്കെ പ്രസൻസ് ഉണ്ടെങ്കിലാണ് സൗണ്ട്നെസ് ഉണ്ടാകുന്നത്. അതുകൂടാതെ മഗ്നീഷ്യം, സൾഫറും ഒക്കെ സൗണ്ട്നെസിന്റെ കാരണമാകുന്നുണ്ട്. മെയിൻ ആയിട്ടും അൺകമ്പൈൻഡ് ലൈമിന്റെ പ്രസൻസ് കൊണ്ടാണ് സൗണ്ട്നെസ് മെയിൻലി വരുന്നത്. അപ്പം സൗണ്ട്നെസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കോൺസ്റ്റന്റ് വോളിയം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ സൗണ്ട്നെസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇതിന്റെ അപ്പാർട്ടസ് ഏതാന്നുള്ളതാണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ അത് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. സൗണ്ട്നെസ് ടെസ്റ്റിന് യൂസ് ചെയ്യുന്ന അപ്പാർട്ടസ് എന്ന് പറയുന്നത് ലേ ചാറ്റ്ലിയർ അപ്പാർട്ടസ് ആണ്. സൗണ്ട്നെസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന അപ്പാർട്ടസ് എന്ന് പറയുന്നത് ലേ ചാറ്റ്ലിയർ അപ്പാർട്ടസ് ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ചോദിച്ചിട്ടുള്ളതാണ്. സൗണ്ട്നെസ് ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ലേ ചാറ്റ്ലിയർ അപ്പാർട്ടസ് ആണ്. ചാറ്റ്ലിയർ അപ്പാർട്ടസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പാർട്ടസ് എന്ന് പറയുന്നത് വലിയൊരു അപ്പാർട്ടസ് ഒന്നും അല്ല. ഇതാണ് ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു ഷീറ്റ് ഉണ്ട്. സിലിണ്ടറിക്കൽ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കില്ല, ഇൻഡിക്കേറ്റർ, അതായത് ഒരു നീണ്ടിരിക്കുന്ന രണ്ട് പുല്ല് ഉണ്ടല്ലോ, അതാണ് ഇവിടുത്തെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ആ ഇൻഡിക്കേറ്ററുകളുടെ ഇടയ്ക്ക് ഈ ഷീറ്റിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഈ സിലിണ്ടറിക്കൽ ആയിട്ടിരിക്കുന്ന ഈ പീസിൽ കംപ്ലീറ്റ് ആയിട്ടും സിലിണ്ടർ ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുമല്ല മൊത്തം. ഈ ഇൻഡിക്കേറ്റർ കഴിഞ്ഞിട്ട് അതിന്റെ നടുക്കായിട്ട് ഒരു ചെറിയൊരു, ഇപ്പൊ ഇവിടെ നിങ്ങൾ ഡ്രോയിങ് വരച്ചേക്കുന്നതിന്റെ അകത്ത് കാണാം, ഒരു ചെറിയൊരു സ്പ്ലിറ്റ് ഉണ്ട്. അത് ആ ഒരു സിലിണ്ടറിക്കൽ ഷീറ്റിൽ ചെറിയൊരു ഉള്ള ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് സിലിണ്ടർ ആണ്. മുമ്പോട്ട് നമ്മൾ ഈ ഒരു
കേക്കാവോ? കേക്കാവോ? കട്ടായി പോയായിരുന്നു മിസ്, ഇപ്പൊ ക്ലിയർ ആയി. ഇപ്പൊ ക്ലിയർ ആയി. ലേറ്റാലിയർ അപ്പാർട്ടസിന്റെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് സൗണ്ട്നെസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേറ്റാലിയർ അപ്പാർട്ടസ് ആണ് യൂസ് ചെയ്യുന്നത്. കോൺസ്റ്റന്റ് വോളിയം കീപ്പ് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ സൗണ്ട്നെസ് എന്ന് പറയുന്നത് മെയിൻലി അൺകമ്പൈൻഡ് ലൈമിന്റെ പ്രസൻസ് മൂലമാണെന്ന് പറഞ്ഞു. ഈ ലേറ്റാലിയർ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പ്ലേറ്റ് നമുക്ക് കാണാം. ഗ്ലാസ് പ്ലേറ്റിലേക്ക് നമ്മൾ ഈ ലേറ്റാലിയർ അപ്പാർട്ടസ് എടുത്ത് വെക്കുക. അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഒരു സിമെന്റ് പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഫില്ല് ചെയ്യുന്നു. അതിനുശേഷം അതിന്റെ മുകളിലോട്ട് ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു ഗ്ലാസ് പ്ലേറ്റ് കൂടെ ഇരിക്കുന്നത് കാണാം. അത് അതിന്റെ മുകളിലോട്ട് എടുത്ത് വെക്കുന്നു. അതിനുശേഷം നമ്മൾ ഇതിനെ 24 hours വാട്ടറിൽ ഡിപ്പ് ചെയ്ത് വെക്കും. എടുത്തിട്ട് ഈ ഇൻഡിക്കേറ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് നോട്ട് ഡൗൺ ചെയ്യുക. ഇനി ഇതിനെ ഈ സെറ്റപ്പിനെ നമ്മൾ വെള്ളത്തോട്ട് എടുത്ത് വെച്ചിട്ട് ബോയിൽ ചെയ്യിക്കുവാണ്. ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് ബോയിലിംഗ് പോയിന്റ് എത്തുന്ന രീതിയിൽ പതുക്കെ ചൂടാക്കി നമ്മൾ ബോയിൽ ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് ഒരു 1 മണിക്കൂറോളം അതിനെ ആ ഒരു ബോയിലുന്ന വെള്ളത്തിൽ കീപ്പ് ചെയ്യും. അതിനുശേഷം എടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് തണുക്കാനായിട്ട് വെക്കുക. എന്നിട്ട് ഇൻഡിക്കേറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് നോട്ട് ഡൗൺ ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം ഇൻഡിക്കേറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇനി വെള്ളത്തിൽ വെച്ച് തിളപ്പിച്ചതിന് ശേഷവും ഇൻഡിക്കേറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് നോട്ട് ഡൗൺ ചെയ്യാം. അത് തമ്മിലുള്ള ഡിഫറൻസ്, ആ വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ എന്തോരാണ് ചേഞ്ച് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ എക്സ്പാൻഷൻ എത്രത്തോളമാണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡിഫറൻസ് എന്ന് പറയുന്നത് 10 mm കൂടാൻ പാടില്ല. ഇൻഡിക്കേറ്റേഴ്സ് തമ്മിലുള്ള റീഡിങ്സിന്റെ ഡിഫറൻസ് 10 mm കൂടാനായിട്ട് പാടില്ല. അതൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചേക്കുക. സ്ലൈഡിന്റെ അത് വന്നിട്ടില്ല. ഡിഫറൻസ് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 10 mm കൂടാൻ പാടില്ല. അല്ലെങ്കിൽ എക്സ്പാൻഷൻ 10 mm കൂടാനായിട്ട് പാടില്ല. ഇതിന്റെ ലിമിറ്റ് 10 mm ആണ് പറയുന്നത്. ഇൻഡിക്കേറ്റേഴ്സിന്റെ ആദ്യത്തെ റീഡിങ് നമ്മൾ എടുത്ത് റീഡിങ് എത്രയാണെന്ന് നോക്കി അതിനുശേഷം നമ്മൾ വെള്ളത്തിൽ വെച്ച് തിളപ്പിക്കും. ആറിയതിനു ശേഷം ഇൻഡിക്കേറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുക്കും. അപ്പൊ എത്രത്തോളമാണ് വോളിയം ഉണ്ടായത് എന്നുള്ളത് നമുക്ക് ആ റീഡിങ്സിന്റെ ഡിഫറൻസ് എടുത്താൽ കിട്ടും. റീഡിങ്സിന്റെ ഡിഫറൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 mm ചെയ്യാൻ പാടില്ല. സൗണ്ട് ടെസ്റ്റ് ലേറ്റാലിയർ അപ്പാർട്ടസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. വാല്യൂ 10 mm കൂടാൻ പാടില്ല. അതുപോലെ തന്നെ കമ്പൈൻഡ് ലൈവിന്റെ പ്രസൻസ് മൂലമാണ് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ഒരു വോളിയം കീപ്പ് ചെയ്യാനുള്ള ാവുന്നില്ലേ? സൗണ്ട്നെസ് ടെസ്റ്റ് കേൾക്കാൻ പറ്റിയില്ലേ? കേട്ടു, ശരിക്കും ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്. ഉണ്ടല്ലേ? പിന്നെ അത് പെട്ടെന്ന് പറയാം. സൗണ്ട്നെസ് ടെസ്റ്റ് അതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്ന ഒന്ന് അൺകമ്പൈൻഡ് ലൈനിന്റെ പ്രസൻസിൽ മെയിൻലി വോളിയം ചേഞ്ച് സിമെന്റിൽ ഉണ്ടാകുന്നത്. ആ ഒരു കോൺസ്റ്റന്റ് വോളിയം കീപ്പ് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ സൗണ്ട്നെസ് എന്ന് പറയുന്നത്. അപ്പം സിമെന്റ് ഷ്രിങ്ക് ചെയ്യുകയൊക്കെ ചെയ്യും നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത്. ആ ഒരു പ്രോപ്പർട്ടി, ആ ഒരു കോൺസ്റ്റന്റ് വോളിയം കീപ്പ് ചെയ്താലേ നമുക്ക് നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടാക്കുകയോ അതൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ വോളിയം അതേപോലെ ഇരിക്കണ്ടേ. ആ ഒരു വോളിയം കീപ്പ് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ സൗണ്ട്നെസ് എന്ന് പറയുന്നത്. അത് എത്രത്തോളമാണ് വോളിയം ചേഞ്ച് വരാൻ സാധ്യത ഉള്ളതെന്നുള്ളത് ചെക്ക് ചെയ്യുവാണ്. അതിന് യൂസ് ചെയ്യുന്ന അപ്പാർട്ടസ് ലേറ്റാലിയർ അപ്പാർട്ടസ് ആണ്. ലേറ്റാലിയർ അപ്പാർട്ടസ് ഇതാണ് ലേറ്റാലിയർ അപ്പാർട്ടസ് എന്ന് പറയുന്നത്. നമ്മള് ഉണ്ടാക്കിയിട്ട് ഒരു 24 hours ഇതിൽ ഈ അപ്പാർട്ടസിനകത്തോട്ട് വെച്ചിട്ട് 24 hours നമ്മൾ വാട്ടറിൽ ഡിപ്പ് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ 24 hours കഴിയുമ്പം ഈ 2 കോല് പോലെ ഇരിക്കുന്നതാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാന്നുള്ളത് നോട്ട് ഡൗൺ ചെയ്യുക. എന്നിട്ട് വെള്ളത്തിൽ വെച്ച് നമ്മൾ തിളപ്പിക്കും. തിളപ്പിച്ച് ഒരു 1 മണിക്കൂറോളം ബോയിലിംഗ് പോയിന്റിൽ കീപ്പ് ചെയ്യും. അതിന് ശേഷം കൂൾ ചെയ്തിട്ട് ഇൻഡിക്കേറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാന്നുള്ളത് നോട്ട് ഡൗൺ ചെയ്യുക. അപ്പൊ ഇനിഷ്യൽ റീഡിങ്ങും പിന്നത്തെ രണ്ടാമത്തെ റീഡിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 10 mm എക്സീഡ് ചെയ്യാൻ പാടില്ല. അപ്പൊ അതിന്റെ ലിമിറ്റിംഗ് വാല്യൂ 10 mm ആണ്. ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നോട്ട് ഡൗൺ ചെയ്തിരിക്കുക. ഈ പറയുന്നത് സിമെന്റിന്റെ ഫൈനസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സിമെന്റിന്റെ ഫൈനസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
അവരുടെ വലിയ നോക്കിട്ടില്ല. ഇത്രേ ഉള്ളൂ. ഒരു 100 gram സിമെന്റ് എടുക്കുക, 90 മൈക്രോൺ സീവിന്റെ അകത്തോടെ സീവ് ചെയ്ത് നോക്കുക. സീവ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാൻ. നമ്മള് സിമെന്റ് ആണ് ഇതിനുള്ളത് വേണ്ടിയിട്ടുള്ളതാണ്. ഫൈനസ് ടെസ്റ്റ് ചെയ്യാൻ 90 മൈക്രോൺ സീവ് ആണ് യൂസ് ചെയ്യുന്നത്. 100 gram സിമെന്റ് എടുത്തു, അതിന് 90 മൈക്രോൺ സീവിന്റെ അതോടെ സീവ് ചെയ്ത് നോക്കുക. അതിൽ റിറ്റെയിൻ ചെയ്യുന്ന 90 മൈക്രോൺ സീവ് ചെയ്യുന്ന റെസിഡ്യൂവിന്റെ വെയിറ്റ് എത്രയാണെന്നുള്ളത് നോട്ട് ഡൗൺ ചെയ്യാം. W2/W1 × 100 ചെയ്യുമ്പോൾ, അതായത് റിറ്റെയിൻ ചെയ്ത എന്തായിരുന്നു ഭയങ്കര നോയ്സ്. നോയ്സ് വരുന്നുണ്ടോ? ഉണ്ട് മിസ്, ക്ലിയർ ആവുന്നില്ല. ഒരു മിനിറ്റ്, ഞാൻ സെറ്റ് ചെയ്തിട്ട് സൗണ്ട് നോ. ഇപ്പൊ കേൾക്കാവോ? ഇപ്പോഴും നോയ്സ് വരുന്നുണ്ടോ? ക്ലിയർ ആണ്. ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ. ഫൈനസ് 90 മൈക്രോൺ സീവ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു 100 അതിന് നമ്മൾ മൈക്രോൺ സീവിന്റെ അകത്തോട്ട് സീവ് ചെയ്യുന്നു. ആ 90 മൈക്രോണിൽ കൗണ്ട് ചെയ്യാതെ സീവിൽ സിമെന്റിന്റെ വെയിറ്റ് മെഷർ ചെയ്യാം. ആ വെയിറ്റ് ഇനിഷ്യൽ വെയിറ്റ് 100 × 100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ആ പെർസെന്റേജ് വെയിറ്റ് എന്ന് പറയുന്നത് 10% കൂടാൻ പാടില്ല. മാം സ്ക്രീൻ കാണുന്നില്ല, പിന്നെയും കട്ടായിട്ടാ കേൾക്കുന്നത്. പെർസെന്റേജ് വെയിറ്റ് എന്ന് പറയുന്നത് റീറ്റെയിൻ ചെയ്യുന്നത് 10% കൂടാൻ പാടില്ല എന്നുള്ളതാണ് ഫൈനസിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. അത് ഓക്കെയാണോ? ഫൈനസ് ടെസ്റ്റ് ഓക്കെ ആണോ? അതിൽ യൂസ് ചെയ്യുന്നത് 90 മൈക്രോ സീവ് ആണ്. അതിന്റെ ലിമിറ്റിംഗ് വാല്യൂ 10% ആണ്, ഓർത്തിരിക്കുക. നേരത്തെ പറഞ്ഞ സൗണ്ട്നെസ്സിന് 10 mm ആയിരുന്നു ലിമിറ്റിംഗ് വാല്യൂ. ഓക്കെ ആണോ അത്?
കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? അതിലാ കേൾക്കാവോ? ക്ലിയർ അല്ല. ക്ലിയർ അല്ല. ഓക്കെ, ഒരു കാര്യം ചെയ്യുന്ന അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്യാം. എനിക്കൊന്ന് നെറ്റിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് വീഡിയോ ഇട്ടായിരുന്നു. അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? സർവേയുടെ പോർഷൻസിന്റെ നിങ്ങൾ നോക്കിയായിരുന്നോ അത്? ഓക്കെ, എന്നാൽ കണ്ടിന്യൂ ചെയ്യാം. കുഴപ്പമില്ല. ഈ മൈനർ ഇൻസ്ട്രുമെന്റ്സ് എറേഴ്സ് അതൊക്കെ അല്ലേ? അതെ അതെ അതെ, കുഴപ്പമില്ല. അത് ഓക്കെ അല്ലേ? ആ കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, ഇതിനകത്ത് 1-2 ടെസ്റ്റുകളും കൂടി ഉണ്ട്. പിന്നെ നോക്കട്ടെ, അതൊന്ന് വീഡിയോ ആയിട്ട് ചെയ്യാണ് നല്ലതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, എന്നാ താങ്ക് യു. ഓക്കെ മിസ്.